ചേലക്കരയിൽ 7 റൗണ്ട് പൂർത്തീകരിച്ചിരിക്കുന്നു. ചേലക്കരയിൽ 7 റൗണ്ട് പൂർത്തിയായപ്പോൾ 9281 വോട്ടുകൾക്കാണ് അവിടെ UR പ്രദീപ് മുമ്പിൽ നിൽക്കുന്നത്. വോട്ടിന്റെ കണക്ക് എങ്ങനെയാണ്? LDF-ന് 37,063 വോട്ട്, UDF-ന് 27,782 വോട്ട്, BJP-ക്ക് 15,704 വോട്ട്. വലിയ വിജയത്തിലേക്ക്, ചേലക്കരയിൽ വലിയ വിജയത്തിലേക്ക് UR പ്രദീപ് നീങ്ങുകയാണ്. ചേലക്കരയിൽ വലിയ വിജയം. സർക്കാരിനെതിരെ ഒരു വികാരം ജനങ്ങൾക്കിടയിലില്ല എന്ന പ്രതികരണമാണ് LDF കേന്ദ്രങ്ങൾ നേസി മൊയ്തീൻ ഉൾപ്പെടെ P. മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. സ്വാഭാവികമായും ചേലക്കരയിലെ വിജയം അത് അനിവാര്യമായിരുന്നു സർക്കാരിനെ സംബന്ധിച്ച്. ആ ഫോക്കസിലേക്കായിരിക്കും ഇനി ചർച്ചകളെല്ലാം. സർക്കാർ വിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടോ ഇല്ലയോ, ഈ ഫോക്കസിലേക്കാണ് ഇനി പ്രതികരണങ്ങളെല്ലാം വരുന്നത്. പാലക്കാട് ഉജ്ജ്വല വിജയമാണെങ്കിൽ സർക്കാർ വിരുദ്ധ വികാരമാണ്. നേരത്തെ KPC പ്രസിഡന്റ് തന്നെ പറഞ്ഞല്ലോ, 40,000 വോട്ടുണ്ടായിരുന്നത് 39,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം K. രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 8,000-10,000-ൽ നിൽക്കുകയല്ലേ എന്ന് സർക്കാർ വിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുന്നു. എന്നാൽ സർക്കാർ വിരുദ്ധ വികാരം ഇല്ലാത്തതിന് തെളിവാണ് ചേലക്കരയിലെ വിജയമെന്ന് LDF നേതാക്കളും മന്ത്രിമാരും പറയുന്നു. ആ ഫോക്കസിലേക്കാണ് ഇനി രാഷ്ട്രീയ LDF നിലനിർത്തുന്നു എന്നതാണ് സാഹചര്യം. അതുകൊണ്ട് രണ്ട് മുന്നണികളെ സംബന്ധിച്ചും പറഞ്ഞു നിൽക്കാനുള്ളതുകൊണ്ട് സിറ്റിംഗ് സീറ്റ് രണ്ട് കൂട്ടരും നിലനിർത്തുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. നമ്മുടെ തൊട്ടടുത്ത കർണാടകയിൽ 3 സീറ്റിലും ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുകയാണ്. മഹാരാഷ്ട്ര ശ്രദ്ധിക്കണം, മഹാരാഷ്ട്ര ചരിത്ര വിജയം NDAക്ക് ഒരുപക്ഷെ കോൺഗ്രസോ NCP-യോ ശിവസേനയോ ഒരു ദുസ്വപ്നത്തിൽ പോലും കരുതാത്ത വിധത്തിലുള്ള കനത്ത തോൽവി ഇന്ത്യ മുന്നണിക്ക് മഹാരാഷ്ട്രയിൽ സംഭവിക്കുന്നു. 223-53-12. പക്ഷേ ഇന്ത്യ മുന്നണി 53 മാത്രം, മറ്റുള്ളവർ 12. അവിടെ ഹെലികോപ്റ്റർ അടക്കം സജ്ജമായിരുന്നു. എല്ലാവരെയും റാഞ്ചി ആവശ്യമില്ല. വിമതരുമായി ചർച്ച നടത്തേണ്ടതില്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമായി ചർച്ച നടത്തേണ്ടില്ല. DK ശിവകുമാറിന് ചുമതല കൊടുത്തിട്ട് അങ്ങോട്ട് വിടേണ്ട കാര്യമില്ല, തിരികെ വരാൻ പറയാം. കാരണം കർണാടകത്തിലെ ബൈ ഇലക്ഷനിൽ വിജയിക്കാൻ പോകുന്നു. ഇപ്പോൾ കർണാടകത്തിൽ DK റിസ്ക് എടുത്ത് മത്സരിപ്പിച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ കർണാടകത്തിലെ വിജയം ഒരുപക്ഷെ ആഘോഷിക്കാൻ കഴിഞ്ഞേക്കും. മഹാരാഷ്ട്രയിൽ വലിയ ദുരന്തം സംഭവിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണിക്ക് എന്ന് പറയുന്നത്. ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയാണ്. മറ്റ് ഇടങ്ങളിൽ പല സൂചനകൾ വരുന്നതേ ഉള്ളൂ. എന്തായാലും നമ്മൾ പാലക്കാടാണ് ഫോക്കസ് ചെയ്യുക. പാലക്കാട് 8ാം റൗണ്ട് നിർണായകമാണ്. 8ാം റൗണ്ടിൽ രാഹുലിന്റെ ഇപ്പോൾ 1512 എന്നുള്ളത് ഇനിയും കൂടാനാണ് സാധ്യത. എത്ര വരെ കൂടും എന്നതനുസരിച്ച് വേണം നമുക്ക് ഒരു അന്തിമ ഭൂരിപക്ഷം എത്ര എന്നുള്ളത് കണക്കാക്കാൻ. ഷാഫി ആദ്യം ലീഡ് എടുത്ത അതേ റൗണ്ടിൽ എത്രത്തോളം സാധ്യമാകും രാഹുൽ മാങ്കൂട്ടത്തിന് സ്വന്തം പേരിൽ ലീഡ് നില എഴുതി വെക്കാൻ എന്നുള്ളത്? അതായത് ഷാഫിക്ക് അന്ന് വരെ ഒന്ന് കാലുറപ്പിച്ച് നിർത്താൻ പറ്റാത്തിടത്ത് ഒരു കംബാക്ക് നടത്തിയ സ്ഥലത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ 1512 വോട്ടിന്റെ ലീഡ് നിലയുമായി കടന്നു വരുന്നത്. എത്രത്തോളം തുണയ്ക്കും ആ ബൂത്തുകൾ രാഹുലിനെ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണ്. വലിയ ആത്മവിശ്വാസം കോൺഗ്രസ് ക്യാമ്പിന് നൽകുന്നതാണ് നിലവിലത്തെ സ്ഥിതി.